ഗോബാക്ക് ലവറിന്റെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അതൊക്കെ കാണുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. സിയുനെ ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് സയോ കൂടി എത്തുന്നു. നേരത്തെ സയോനെ കാണുവാനായിട്ടൊക്കെ സിയു വന്ന സമയത്ത് അവൻ കാർ എടുക്കുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാറിന്റെ കീ ഒക്കെ സയോയും തിരിച്ചു കൊടുക്കുന്നു. നേരത്തെ ക്വിനിനെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സോ ആകെ വയലന്റ് ആയിട്ട് സിയുവിനെ തല്ലിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സിയുവും സുവിന്റെ അടുത്തൊന്നും ഇരിക്കാതെ കുറച്ച് നീങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത് പോലും. പക്ഷെ അന്ന് എന്താണ് സിറ്റുവേഷൻ എന്നൊന്നും തന്നെ അറിയാതെയായിരുന്നു ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സത്യാവസ്ഥ എല്ലാം തന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കുകയില്ല എന്നൊക്കെ സുവും പറയുന്നു. സയോ കൂടി പ്രോഗ്രാം ഒക്കെ കാണുവാനായിട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും ഷെന്നും പ്രോഗ്രാം കാണുവാനായിട്ട് എത്തിയതിന് അവളുടെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഞാനും കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നൊക്കെയാണ് സയോയും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ പ്രോഗ്രാമും തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഒന്നിച്ചിരുന്നാണ് പ്രോഗ്രാം കാണുന്നതും. ഈ ഒരു പ്രോഗ്രാമിലേക്കൊക്കെ വരുന്നത് വഴി ഷെന്നിനെ തിരിച്ചു കിട്ടുമെന്ന് നീ കരുതിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സു ചോദിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഷെന്നിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാനും ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇപ്പോൾ ലൂവും തുറന്നു പറയുന്നു. ഇവന് വെറുതെ കള്ളം പറയുന്നതാണ്. ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക, ആ ഒരു രീതിക്കൊക്കെ ആയിരുന്നു ഇവനും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഷോയ്ക്ക് വരുവാൻ നേരത്ത് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതിൽ ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്നൊക്കെ അവൻ ഒരുപാട് മണിക്കൂർ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ അവന് പുതിയതായിട്ടൊരു ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോലും എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചെങ്ങും തുറന്നു പറയുന്നു. പിന്നെ ലൂവും ഷെന്നും തമ്മിൽ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായതിനു ശേഷം ലൂ ഒരുപാട് മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മദ്യമൊക്കെ കുടിച്ചിട്ട് അവളെ മറക്കുവാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കരഞ്ഞ സമയത്ത് ഞാനും അവനോട് കുടിക്കുന്നതൊക്കെ നിർത്ത്, അങ്ങനെ കുടിക്കുന്നത് നിർത്തി കഴിയുമ്പോഴത്തേക്കും നിനക്കും അവളെ മറക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അവൻ കുടിക്കുന്നതൊന്നും നിർത്താതെ കുടിക്കുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ മറന്നു പോയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കുടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ചെങ്ങും ഒരുപാട് കാര്യങ്ങളൊക്കെ ലൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ചേർന്നിട്ട് ലൂവിനെയും കളിയാക്കിയൊക്കെ ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ലൂവും അവന് ഷോപ്പ് വരെ പോകണമെന്നും അവന്റെ കാറ് സർവീസിങ്ങിന് കൊടുത്തിരിക്കുകയാണെന്നൊക്കെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും നേരത്തെ കാറൊക്കെ സിയുവിന് തിരിച്ചു കൊണ്ടുവന്ന് സായു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാറിന്റെ കീയൊക്കെ കയ്യിലുണ്ടായിരുന്ന സിയുവും ആ ഒരു കീയൊക്കെ ലൂവിന് കൊടുത്തതിന് ശേഷം നീ എന്റെ കാറിൽ പോയിക്കോ എന്നൊക്കെ പറയുന്നുമുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് സയോയും എന്തോ ഒരു തെറ്റൊക്കെ ചെയ്ത രീതിക്കായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ലൂവും കാറൊക്കെ എടുത്തോണ്ട് പോകുന്നു. എല്ലാവരും തന്നെ ഷോയൊക്കെ കണ്ടിട്ട് അത് കണ്ട് ഒരുപാട് ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കാറുമായിട്ട് പോയിട്ടുണ്ടായിരുന്ന ലൂ ഇടയ്ക്ക് വെച്ച് മറ്റൊരു വണ്ടിക്ക് എതിരെ വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഒക്കെ ചവിട്ടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബ്രേക്ക് വർക്ക് ആകാതെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു വണ്ടിക്ക് ഇടിക്കാതിരിക്കുവാനായിട്ട് അവനും വണ്ടി തിരിച്ച് പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡന്റിലേക്ക് ആകുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും 2017 ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. ഷിനിന് പനിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ലൂ ഷിനിനെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് ക്ഷീണമാണെന്നൊക്കെ അവളും അവനെ അറിയിക്കുന്നു. മാത്രമല്ല, അവൾ അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉറങ്ങിയൊക്കെ പോയിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ ലൂവും അവളെ കാണുവാനായിട്ടൊക്കെ വിദേശത്തേക്ക് പോലും എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സും നിന്റെ ബോയ് ഫ്രണ്ട് വെളിയിൽ വന്ന് ആരെയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്, അത് നിന്നെയാണോ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കുമായിരുന്നു ഷെന്നും ഇതുപോലെ ലൂ തന്നെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളും അവന്റെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ അവിടം കൊണ്ട് അവസാനിച്ചതിന് ശേഷം 2024 കാണിക്കുകയാണ്. ലൂ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. മാത്രമല്ല, എത്രയും വേഗം അവനൊരു സർജറി ഒക്കെ നടത്തണം. അതുകൊണ്ട് തന്നെ സൈൻ ചെയ്യുവാനുള്ള പേപ്പേഴ്സ് ഒക്കെ ഡോക്ടറും ഷെന്നിനെ ഏൽപ്പിക്കുന്നു. പക്ഷെ ഷെന്നും അവന്റെ വൈഫല്ല മറിച്ച് ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവന്റെ പേരൻസിനോട് എത്രയും വേഗം ഇവിടെ വരുവാനായിട്ടൊക്കെ പറയണം. അവരെ എഴുതി തരികയാണെങ്കിൽ മാത്രമേ സർജറി ഒക്കെ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറും തർക്കിക്കുന്നു. ലൂന്റെ പേരൻസ് വിദേശത്തേക്കൊക്കെ പോയതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ഒരിക്കലും മടങ്ങിയെത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൂടാതെ ഇപ്പോൾ വളരെയധികം അത്യാവശ്യമായിട്ട് തന്നെ സർജറി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുപോലെ നിയമങ്ങളൊക്കെ നോക്കി നിൽക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ ക്വീൻ പോലും ഡോക്ടറിന്റെ അടുത്തൊക്കെ പറയുന്നു. എന്തായാലും ലൂവിന്റെ പേരൻസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഞാനും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറും പോകുന്നു. ഡോക്ടറും ലൂവിന്റെ ഓപ്പറേഷനൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും ലൂ ഇപ്പോൾ ഉള്ളത് കോമയിലാണ്. ലൂവിന് ഗുരുതരമായിട്ടൊക്കെയാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർജറി മൂലം അവൻ എണീക്കുമോ ഇല്ലയോ എന്നൊന്നും തന്നെ പറയുവാനായിട്ട് കഴിയുകയില്ല. സാധാരണഗതിക്ക് അവൻ ഒരു ദിവസത്തിനുള്ളിൽ എണീക്കേണ്ടതാണ്. എങ്കിൽ പോലും ഇന്റേണൽ ബ്ലീഡിംഗ് വല്ലതും ആവുകയാണെങ്കിൽ കൂടുതൽ ദിവസമൊക്കെ എടുക്കുന്നതായിരിക്കുമെന്ന രീതിക്കൊക്കെ ഡോക്ടറും പറയുന്നു. ലൂവിന് ഇപ്പോഴും ബോധമൊന്നും തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും
അവനെ കാണുവാനായിട്ട് എല്ലാവരും തന്നെ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവനെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ചെങ്ങും ഹോസ്പിറ്റലിൽ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരാൾക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലൂവിന്റെ കൂടെ ഞാൻ നിന്നോളാം എന്നൊക്കെ ഷെന്നും വാശി പിടിക്കുകയാണ്. സിയും ക്വിന്നും തിരിച്ച് റിസോർട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടെല്ലാം തന്നെ സിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസും ആക്സിഡന്റിന്റെ റിപ്പോർട്ടൊക്കെ കൊടുത്തതിന് ശേഷം എത്രത്തോളം ഡാമേജ് ഒക്കെ കാറിന് സംഭവിച്ചു എന്നതനുസരിച്ച് നമുക്കൊരു കോമ്പൻസേഷൻ ഒക്കെ നൽകാമെന്ന രീതിക്കാണ് കാറിന്റെ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അറിയിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ആക്സിഡന്റിൽ എനിക്ക് എന്തൊക്കെയോ ദുരൂഹതയൊക്കെ തോന്നുകയാണ്. നിന്റെ അടുത്ത് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയുവാനായിട്ട് പോവുകയാണെന്നൊക്കെ സയോനെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സയോ പകരമായിട്ട് എന്റെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് ഏതോ ഒരു ക്ലയന്റിനെ കാണണമെന്നും അതുകൊണ്ട് തന്നെ എന്റെ കാർ ഒന്ന് അവൾക്ക് കൊടുക്കണമെന്നും. ഞാനും അത് കേട്ട ഉടനെ തന്നെ അവൾക്ക് എന്റെ കാറൊക്കെ നൽകി. പക്ഷേ പിന്നീട് അവൾ എനിക്ക് കാറൊക്കെ തിരിച്ചു തന്നതിന് ശേഷം എനിക്കൊന്ന് ഓടിക്കുവാനായിട്ട് പോലും സാധിച്ചില്ല. അതിനു മുമ്പായിരുന്നു ലൂബ് ആ കാറുമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സയോ എന്തെങ്കിലും ചെയ്തതാക്കുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ള രീതിക്ക് അവൻ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നതല്ലേ, പോലീസും റിപ്പോർട്ടൊക്കെ തരട്ടെ, അതിനുശേഷം നമുക്കും എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കാമെന്നൊക്കെ കുന്നും അറിയിക്കുന്നു. രാത്രി മുഴുവൻ ഉറക്കളച്ചൊക്കെയായിരുന്നു ഷെന്നും ലു കണ്ണു തുറക്കുവാനായിട്ടൊക്കെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നേരം വെളുക്കുന്ന സമയത്ത് അവളും ചെറുതായിട്ടൊന്ന് മയങ്ങി കഴിയുമ്പോഴത്തേക്കും യോസിയും ആ ഒരു റൂമിലേക്കൊക്കെ കടന്നു വരികയാണ്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവളും ലു എണീറ്റതായിരിക്കുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. യൂസിയും അവൾ ഫുഡ് പോലും കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നീ ഒന്ന് വീട്ടിൽ പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വാ, ഞാനും അതുവരെ ലൂവിന് കാവലിരിക്കുന്നതായിരിക്കും എന്നൊക്കെ അവളുടെ അടുത്തും പറയുന്നു. മാത്രല്ല ലു എണീക്കുമ്പോൾ തന്നെ ഞാനും നിന്നെ ആ ഒരു വിവരം എല്ലാം തന്നെ അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെ യൂസിയും അവൾക്ക് വാക്ക് നൽകുന്നത് കൊണ്ട് തന്നെ അവളും ഒന്ന് വീട് വരെ പോയിട്ട് വരാമെന്നൊക്കെ തീരുമാനിക്കുന്നു. ഹോസ്പിറ്റലുകാരെ എന്തൊരു ദുഷ്ടന്മാരാണ്, രണ്ടുപേരും നിന്നാൽ ഇപ്പോൾ എന്താണ് കുഴപ്പം, ഞാൻ കൂടി ഷെന്നിന്റെ കൂടെ നിൽക്കുവാനായിട്ടൊക്കെ പോവുകയാണെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടൊക്കെ ചെങ്ങ് നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ഷെന്നും തിരിച്ച് റിസോർട്ടിലേക്കൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ലൂവും ഇപ്പോൾ തനിച്ചായിരിക്കുന്നൊക്കെ വിചാരിക്കുന്ന ചെങ്ങും ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുവാനായിട്ടും തുടങ്ങുന്നു. എങ്കിൽ പോലും ഹോസ്പിറ്റലിൽ ലൂസിയുണ്ട്. അതുകൊണ്ട് തന്നെ നീ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ ഷെന്നും അവനെ അറിയിക്കുകയാണ്. ലൂവിന്റെ ഒപ്പം ഇരിക്കുന്നത് യൂസി ആണെങ്കിൽ അത് ലൂവിന്റെ ജീവന് പോലും ആപത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചെങ്ങിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും യൂസിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാമെന്നൊക്കെ സോ പോലും ഇപ്പോൾ ചെങ്ങിന്റെ അടുത്തൊക്കെ പറഞ്ഞ് അവനെയും ആശ്വസിപ്പിക്കുന്നു. നീ കാരണമാണ് ഇപ്പോൾ ഷെൻ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം എണീക്കേണ്ടതായിട്ടുണ്ട്. അഥവാ നീ എണീക്കാതെ ഈ ഒരു അവസ്ഥയിൽ മരിച്ചൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഷെന്നിനെയും കൂട്ടിക്കൊണ്ട് ജർമ്മനിക്ക് പോകുമെന്നൊക്കെ യൂസിയും ഇപ്പോൾ ലൂവിന്റെ അടുത്തൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് ലൂവിന്റെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുണ്ടെങ്കിൽ പോലും യൂസിയും അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. മാത്രമല്ല അപ്പോഴേക്കും ഷെന്നും തിരിച്ച് ലൂവിന്റെ കൂടെ ഇരിക്കുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഷെൻ വന്നത് കൊണ്ട് തന്നെ യൂസി ഹോസ്പിറ്റലിന് വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സയോനൊക്കെ അവനും കാണുന്നു. സയോയും ലൂവിനെ കാണുവാനായിട്ട് എത്തിയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പേഷ്യന്റിനെ കാണുവാനായിട്ട് ഒരാൾക്ക് മാത്രമേ പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഒരിക്കലും അനുവദിക്കുന്നതായിരിക്കുകയില്ല. പിന്നെ നിനക്ക് ലൂവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും ആ ഒരു ഇഷ്ടവുമായിട്ട് നീ മുന്നോട്ട് പോകുവാനായിട്ട് പാടില്ല. ലൂവും ഷെന്നും അത്രത്തോളം പ്രണയിക്കുന്നുണ്ട്. അവരും ഉടനെ തന്നെ വിവാഹമൊക്കെ കഴിക്കുന്നതായിരിക്കും. എന്റെ മനസ്സിൽ ഷെൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നീയായിട്ട് അവരുടെ ലൈഫ് നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സായയ്ക്ക് ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുകയൊക്കെ ആയിരുന്നു യൂസി പോലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്ന സായോയ്ക്ക് എല്ലാവരുടെയും അടുത്ത് കൂടുതൽ ദേഷ്യം പോലും തോന്നുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.